ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്, നൈറ്റ്. അപ്പോൾ ഇന്ന് എനിക്ക് സ്കൂൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബുക്കെല്ലാം എടുത്ത് മണ്ടയ്ക്ക് കയറ്റുമെന്ന് വിചാരിച്ചു. അവിടെ ഷെൽഫുണ്ട്, അവിടെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പം ഞാൻ എന്താ ഇവിടുന്ന് ബുക്കൊക്കെ എടുക്കണം. ബുക്ക് നിറച്ച് ഇവിടെ ബുക്കുണ്ട്. നമുക്ക് ബുക്ക് എടുക്കാം. ബുക്ക് എടുത്തിട്ട് കൊണ്ടേക്ക് എടുക്കാം. കവറുണ്ടോയെന്ന് നോക്കണം. ഇവിടെ നിറച്ചും ബുക്കാണ് ഈ വർഷത്തെ. ഇതിന് യൂസ് ഇല്ലല്ലോ. ഗ്രാഫൊക്കെ എടുത്ത് മണ്ടയ്ക്ക് കയറ്റാം. നോട്ട്ബുക്ക് ആദ്യമേ സെക്ഷൻ എടുത്തുകൊണ്ട് പോകുക. നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് പോയി ലാസ്റ്റ് കവർ എടുക്കാം. നമുക്ക് അടുത്ത ടെക്സ്റ്റ് എടുക്കുവാണ്. താഴെയുണ്ട്, നിങ്ങൾ കണ്ടോ? ഇപ്പം ഇതിവിടെയാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ സെക്കൻഡ് ടൈമാണ്. ഇവിടെ ഫസ്റ്റ് ടൈമും ഉണ്ട്, സെക്കൻഡ് ടൈമും ഉണ്ട്. നമുക്ക് അടുത്ത് താഴത്തെ പുസ്തകങ്ങളെല്ലാം എടുക്കാൻ പോകാം. നോക്കിയിട്ട് എടുത്ത് വെക്കാം. നമുക്ക് എല്ലായിടത്തും മണ്ടയ്ക്ക് കയറ്റണ്ടേ. നമുക്ക് അടുത്ത പുസ്തകങ്ങൾ എടുത്തിട്ട് നോട്ട്ബുക്ക് ഇതൊക്കെ എടുത്താൽ പോരെ. അപ്പം നമ്മൾ തിരഞ്ഞിട്ട് വേണം ഈ സ്ഥലത്ത് തപ്പാൻ. ഇതിങ്ങോട്ട് ഇത്രയും ബുക്കുകൾ എടുത്തിട്ടുണ്ട്. ഇത്രയും ബുക്ക് അങ്ങോട്ട് വെക്കട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത ബുക്ക് എടുക്കുവാണ്. ഇവിടെ പ്രത്യേകിച്ച് വേറെ ബുക്കൊന്നും ഇല്ല. ഇത് എടുക്കട്ടെ. എടുക്കട്ടെ. ഏറ്റവും ഒടിയിലും ബുക്കുണ്ട്, അതും കൂടെ എടുക്കട്ടെ. ഇവിടെ നിങ്ങൾ അലങ്കോലിലേക്ക് എടുക്കുന്ന ഞാൻ കാണുന്നത്. അത് നമുക്ക് ഇന്ന് വൃത്തിയാക്കാം. ഇന്ന് ലീവല്ലേ, ഇനി നമുക്ക് ഉണ്ടല്ലോ, വൃത്തിയാക്കാം. ഇപ്പം ബുക്ക് മാറ്റുമ്പോൾ വൃത്തിയാക്കാമല്ലോ നമ്മൾ. അപ്പം ഇവിടുന്ന് ബുക്ക് എടുക്കുകയാണ് ഞാൻ. ഇതൊക്കെ എൻ്റെ ബുക്ക് തന്നെയാണോ അറിയും, ഇതെനിക്ക് സംശയം. ബുക്കെല്ലാം എടുത്തിട്ടുണ്ട്. തിരഞ്ഞിട്ട് വെക്കാം. വെറുതെ എന്തിനാണ് എടുത്തിട്ടുള്ള ഇങ്ങനെ ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് ബേസിക്കിൻ്റെ. അതൊന്നും ആവശ്യമില്ല. ഒരു ഇവിടെ ഇരിക്കട്ടെ. ഏതെങ്കിലും കുറ്റങ്ങളൊക്കെ ഒന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് എടുത്ത് കൊടുക്കാമല്ലോ. ഉണ്ടോ? എടുത്തിട്ടുണ്ട്. നമുക്ക് എന്നെ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇതെടുത്ത് വെക്കാം. ഇനി ഓരോന്ന് തിരക്കണം. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ദാണ്ടിരിക്കുന്നു. തപ്പി നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. ഇതൊന്നും എൻ്റെ പുസ്തകമേ അല്ല കൂട്ടുകാരെ, പലതും ചേട്ടൻ്റെയാണ്. കോപ്പി ബുക്ക് എല്ലായിടത്തും മണ്ടയ്ക്ക് കയറ്റി വെച്ചേക്കാം. അടുത്ത വർഷം എടുത്താൽ മതി. പിന്നെ ആവശ്യമില്ല. ആവശ്യം കൊതുക. ടെക്സ്റ്റ് വേറൊരെണ്ണം, അടുത്ത നോട്ട്ബുക്ക് വേറൊരെണ്ണം, അങ്ങനെ ആക്കി ഇടാം. ടെക്സ്റ്റ് ഇത് ടെക്സ്റ്റ് അല്ലല്ലോ. നമുക്ക് ടെക്സ്റ്റ്, നോട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. ടെക്സ്റ്റ് ഇനി കണ്ടുപിടിക്കാൻ ഒരുപാട് കിടക്കും. ഒരു നോട്ടാണ്. ഇപ്പുറത്തെ സൈഡിലാണ് ടെക്സ്റ്റ്. അതുകൊണ്ട് കൂടുതൽ തപ്പണ്ട, സോറി. ഇപ്പുറത്തെ സൈഡിലാണ് ടെക്സ്റ്റ്. നമുക്ക് തന്നെ കാണാമോ ഫ്രണ്ട്സ് എന്നാണ് എൻ്റെ സംശയം. ടെക്സ്റ്റ് ഞാൻ എടുത്ത് കണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നോട്ട് ഇതൊക്കെ അങ്ങോട്ട് നീക്കി വെക്കട്ടെ. കുറച്ച് സ്ഥലം വേണ്ടേ. അടുക്കി പറക്കി വെക്കാം. മണ്ടയ്ക്ക് കയറ്റണം. കാണാൻ വേണ്ട കാര്യങ്ങൾ. ഇനി നമുക്കിത് വേണ്ടല്ലോ നോട്ട്ബുക്ക്. ഇതെല്ലാം കൂടി എടുത്ത് മണ്ടയ്ക്ക് കയറ്റാം. ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റട്ടെ. അത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് എടുക്കാം. ആദ്യമേ നോട്ട്ബുക്ക് ഒന്ന് എടുത്ത് വെക്കട്ടെ. ഇതൊക്കെ കവറാണ്, ടെക്സ്റ്റ് അല്ല കേട്ടോ കൂട്ടുകാരെ. അവിടെ ഇരിക്കട്ടെ.
ടെക്സ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ടൈമും ഫസ്റ്റ് ടൈമും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ബുക്കുകൾ കാണുന്നത്. നിങ്ങൾ നോട്ട്ബുക്ക് അങ്ങനെ മാത്സിൻ്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ടെക്സ്റ്റ് മറ്റേ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും ആയതുകൊണ്ട് കൂടുതലുണ്ട്. ഇതൊന്ന് അടുക്കിട്ട് എടുക്കട്ടെ. മൊത്തം സ്ഥലമില്ലാതിരിക്കുക. കുറേ ബുക്കുകളുണ്ട് കൂട്ടുകാരെ, അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് കണ്ടു, ഇത്രയും ബുക്കുകളുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കി പറക്കി വെക്കണം. ഓ, ഇത് ചേട്ടൻ്റെ ബുക്കാണ്. ഇരിക്കട്ടെ. ഗ്രാഫെല്ലാം എടുത്ത് നമുക്ക് മണ്ടയ്ക്ക് കയറ്റാം. അടുത്ത വർഷം എടുത്താൽ പോരെ, വെറുതെ എന്തിനാണ് ഇപ്പോഴേ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നോട്ടാണ്. ഇതെല്ലാം അങ്ങോട്ട് കയറിക്കാം. ഇത് കയറിക്കാം. ചേട്ടൻ്റെ ആണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ എടുത്തിട്ടില്ല. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പോയി കവർ എടുത്തിട്ട് വരാം ഫ്രണ്ട്സ്. കവർ എടുക്കട്ടെ. കവർ ഇവിടെ ഉണ്ടോയെന്ന് തപ്പണം. ഈ കവർ എടുക്കാം ഫ്രണ്ട്സ്. ഇത് ഞാനന്ന് ഞങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ഇതുണ്ടായിരുന്നു, ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് എടുത്ത കവറാണ്. അതിനകത്ത് കയറുമെന്ന് അറിയത്തില്ല. ഇത് കണ്ടോ, നിറച്ച സാധനം. അത് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾക്ക് അതിനെ കാണണമെന്ന് എനിക്കറിയത്തില്ല ഫ്രണ്ട്സ്. രണ്ട് ബുക്കെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. ഞാനിനി ഒരു കവറും കൂടെ തപ്പിയിട്ട് വരാം ഫ്രണ്ട്സ്. ഇപ്പോൾ ഫ്രണ്ട്സ് ഞാനിത് കവറിൽ കയറ്റാൻ പോവുകയാണിത്. ഓരോരോ ബുക്കായിട്ട് എടുക്കട്ടെ. കവർ ഇരിക്കുക ഇവിടെ. ഞങ്ങൾക്കിവിടെ കൊണ്ട് ബുക്ക് വെക്കാം. എന്നിട്ട് ബുക്ക് വെച്ചിട്ട് പിന്നെ കവറിൽ കയറ്റാം. എടുത്തിട്ടുണ്ട്. ഓ, നോട്ട്ബുക്ക് അങ്ങ് മറിഞ്ഞു പോയി. ഇനി കവർ എടുക്കട്ടെ. ഇങ്ങനെ വെക്കാം. ഓക്കെ, ആദ്യമേ ടെക്സ്റ്റ് കയറ്റാം. ഫ്രണ്ട്സ്. ടെക്സ്റ്റ് എടുക്കാം. ടെക്സ്റ്റ് എടുക്കുവാണ് ഞാൻ. ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എടുത്ത് ഇവിടുന്നേയും കൂടെ എടുക്കട്ടെ. എടുത്ത് നമുക്ക് അവസാനം എടുക്കാം ഫ്രണ്ട്സ്. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. ഇത് നോക്കൂ, അവിടെ കാണാമല്ലോ നിങ്ങൾക്ക്. നമ്മളിത് കയറ്റി വെക്കാൻ പോവാണിത്. ടെക്സ്റ്റ് കയറ്റി കയറുമോന്നറിയത്തില്ല ഫ്രണ്ട്സ്. കുറേ ഉണ്ട് ഇങ്ങോട്ട്. ടെക്സ്റ്റിന് നോട്ടും കൂടെ നമുക്ക് എനിക്ക് പേടിയ. അതുകൊണ്ടാണ് ഞാൻ വേറെ കവർ തപ്പാൻ പോയത്. ഇത് എനിക്ക് പൊക്കാനൊക്കുമെന്നാ സംശയം ഫ്രണ്ട്സ്. നമുക്ക് തന്നെ കാണാമല്ലോ. ഓക്കെ അല്ലേ? ഞാൻ ഇവിടുത്തെ ബുക്ക് എടുക്കാണെന്നാണ് ഫ്രണ്ട്സ്. എൻ്റെ ബുക്ക് മാത്രം എടുക്കുന്നത്. ഇത് രണ്ട് ചേട്ടൻ്റെ ബുക്കാണ്. ഇതൊക്കെ എടുക്കാം. നമ്മളിത് നോക്കൂ ഫ്രണ്ട്സ്. കെട്ട് കണക്കിന് ബുക്ക് കണ്ടോ, കെട്ട് കണക്കിനാ ബുക്ക്. ഇത്രയും ബുക്ക്
ബുക്കുണ്ട്. വേറെ കവറുണ്ടോന്ന് നോക്കിയിട്ട് വരാം ഫ്രണ്ട്സ്. ഇപ്പൊ ഫ്രണ്ട്സ് കവറൊന്നും കിട്ടിയില്ല. നമുക്കിത് എടുത്തിനി മണ്ടയ്ക്ക് കയറ്റണം. നമുക്ക് മണ്ടയ്ക്ക് കയറ്റാം. മണ്ടയ്ക്കെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ മണ്ടയ്ക്കോട്ട് നോക്കൂ ഫ്രണ്ട്സ്. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ കയറ്റാനാണ് നമ്മൾ ഇത്രയും പാടുപെടുന്നത്. പിന്നെ ഞാനിത് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് അവിടെ എടുക്കും. അല്ലാതെ വേറെ വഴിയില്ല ഫ്രണ്ട്സ്. നമുക്ക് അടുക്കാതെ ഉണ്ടോ ഈ സഞ്ചിനെ നമ്മൾ മണ്ടയ്ക്ക് കയറ്റണം. അപ്പം ഞാൻ അങ്ങോട്ടൊന്ന് കയറും, ഇത് അങ്ങോട്ടൊന്ന് കൊണ്ടുവെക്കട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇത് മണ്ടയ്ക്കോട്ട് കയറ്റി വെക്കാൻ പോകുന്നു. ഫ്രണ്ട്സ് ഇത് നല്ല പാടാണ് ഫ്രണ്ട്സ്. അപ്പം ഞാനിത് മണ്ടയ്ക്ക് കയറ്റി വെച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഞാനിത് രണ്ടാക്കി വെക്കാൻ പോവുകയാണ്, 2 കവറിലാക്കി വെക്കാൻ പോകുന്നു. അപ്പം മണ്ടയ്ക്കോട്ട് കയറ്റി വെക്കാൻ സിമ്പിളായിരിക്കും. ഉണ്ടോ നല്ല പാടാണ് ഫ്രണ്ട്സ് മണ്ടയ്ക്കോട്ട് കയറ്റി വെക്കാൻ. അപ്പം നമുക്ക് 2 കവറിലാട്ടാക്കാം. നമുക്കിത് 2 കവറിലാക്കിയില്ലെങ്കിൽ നല്ല പാടാണ് ഫ്രണ്ട്സ്. സിമ്പിളല്ല ഇത്, ഒറ്റ ബുക്കിന് കയറ്റുന്നത് അത്രയ്ക്ക് സിമ്പിളല്ല. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും പാടാം. ഇത്രയും ബുക്കുകൾ ഞാൻ ഒറ്റയ്ക്ക് കയറ്റാൻ നോട്ടും അല്ല, നോട്ടൊക്കെ ഇതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് മാത്രം. കുറച്ചുള്ള വെയിറ്റ് ഉണ്ട്, പകുതി നോക്കുക. ഇതിനകത്തോട്ട് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മളിത് എടുത്ത് വെക്കാൻ പോവാണ്. നമുക്കിത് എടുത്ത് വെക്കാം. വേണ്ടേ ഇത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്ത് വെക്കാം ഫ്രണ്ട്സ്. എടുത്ത് വെക്കുന്നത് തന്നെ പാടാം. നമുക്ക് കാണാമോ ഫ്രണ്ട്സ് അവിടെ? ഇതെങ്കിലും പറ്റിയാൽ മതിയായിരുന്നു. ഞാനിത് കെട്ടി വെക്കുവാണ്, മണ്ടയ്ക്കോട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് എന്നെ കാണാത്തത്.
പറ്റുന്നില്ല ഇപ്പം. അത് നല്ല വെയിറ്റ് ആയിരുന്നു ഫ്രണ്ട്സ്. താഴെയാണ് ബാഗ്. എല്ലാവരും ബാഗ് കൂടെ വെച്ച് എനിക്ക് കയറ്റിയായിരുന്നു. ഇപ്പൊ രണ്ടും കയറ്റി വെച്ചിട്ടുണ്ട്. അടയ്ക്കുവാണ്. അല്ല, പകുതി സാധനങ്ങൾ കൂടെ കയറ്റാനുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ അതും കൂടെ കയറ്റട്ടെ. മറ്റേ നോട്ട് ടെക്സ്റ്റ് നമ്മൾ അടച്ചു വെച്ചു. കണ്ടോ, നമ്മുടെ സ്കൂളെല്ലാം കഴിഞ്ഞത് കൊണ്ട് നമ്മളിനി ഫ്രീ ആണ്. നമുക്ക് കുറേ ഡേ ഇൻ മൈ ലൈഫ് ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടും. ഇത് കണ്ടോ, ഞാൻ ചെയ്തതാണ്. ആ തൂക്കിട്ടിരിക്കുന്ന എൻ്റെ പേരാണ്. കണ്ടോ ഫ്രണ്ട്സ്, എൻ്റെ പേരാണിത്. ഇത് ഷോർട്ട് നെയിമാണ്. NANDHU അങ്ങനെയാണ്. നന്ദു എന്നാണ്. NANDHU. താഴെ ABCD അല്ല, താഴെ ABHINANDHL. ലവ് അഭിനന്ദ എന്നാണ്. എൻ്റെ ഫുൾ നെയിമാണ് അഭിനന്ദ എന്ന്. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ സ്കൂളിൻ്റെ അടച്ച വീഡിയോ കാണിക്കാൻ, ഇതെല്ലാം എടുത്തു വെക്കുന്ന കാണിക്കാൻ ഞാൻ വന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം പുതിയ വീഡിയോ ആയിട്ടും വരാം. ടാറ്റാ.